മച്ചാമല്ലർക്ക് അപ്പം എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിത് മൈൻക്രാഫ്റ്റ് എപ്പിസോഡ് 6 ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഗൈസ് നമ്മൾ എന്തായിരുന്നു മൈൻക്രാഫ്റ്റ് 3 2 തവണ ഇട്ടായിരുന്നു. സത്യത്തിൽ അത് അല്ല, മൈൻക്രാഫ്റ്റ് 3 2 പ്രാവശ്യമാണ്, അത് ഞാൻ അംഗീകരിച്ചു. പക്ഷെ അത് 2 ഇതായിട്ടാണ് ഇട്ടേക്കുന്നത്. ഫസ്റ്റത്തത് എപ്പിസോഡ് 3 തന്നെ, പക്ഷെ അത് എപ്പിസോഡ് 3ൻ്റെ പാർട്ട് 1 അത്, പിന്നെ 3ൻ്റെ പാർട്ട് 2 ആണത്. അപ്പോൾ എല്ലാവർക്കും അത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ ക്യാരക്ടറൊക്കെ പോയി നമ്മൾ ഞാൻ നിങ്ങളോട് പറയത്ത്, ഞാൻ ഒരു രണ്ട് ഡോഗ് എൻ്റെ കയ്യിലുണ്ട് ഇപ്പോൾ. പിന്നെ ഞാൻ ഇപ്പോൾ ഡയമണ്ട് ടൂളാണ്, പിന്നെ ഇപ്പോൾ ഒരു സ്റ്റോറേജ് ഉണ്ടാക്കി. ആ വീട്ടിൽ തന്നെയാണ്. എന്താ വെച്ചാൽ എനിക്ക് നെറ്റ് ഉണ്ടായിരുന്നില്ല കളിക്കാൻ. ഇപ്പോൾ ഒന്ന് നെറ്റ് ഒന്ന് കിട്ടിയപ്പോഴത്തേക്കും ഒന്ന് വീഡിയോ ഒക്കെ ഒന്ന് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്കും അത്രയും ദിവസമൊക്കെ ഞാൻ കളിക്കുകയായിരുന്നു. പിന്നെ ഞാൻ ഇപ്പോൾ ഡയമണ്ട് പിന്നെ ചെസ്റ്റ് പ്ലേറ്റും ചെസ്റ്റ് പ്ലേറ്റും ബൂട്ടും ഉണ്ടാക്കിയിട്ടുള്ളൂ. ബാക്കി പിന്നെ ടൂൾ അങ്ങനെ പറയുകയാണെങ്കിൽ പിക്കാക്സ്, സോഡ്, പിന്നെ നമ്മുടെ എന്താ പറയുക അത് മരം വെട്ടാൻ യൂസ് ചെയ്യുന്നതും അത്രയും. പിന്നെ എന്താ പറയുക, പിന്നെ ഒന്നുമില്ല, പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. പിന്നെ എൻ്റെ ഇതിൽ വില്ലേജർമാരില്ല, അപ്പോൾ എനിക്ക് വേറൊരു വില്ലേജ് കണ്ടു. അതൊക്കെ അടുത്ത എപ്പിസോഡ് ഞാൻ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അടുത്ത എപ്പിസോഡെന്ന് പറയുകയാണെങ്കിൽ ഒരു എന്താ പറയുക, ക്രീപ്പർ കാരണം മനുഷ്യൻ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഗൈസ്. അപ്പം എന്താ പറയുക അപ്പം ഞാൻ കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട്. അപ്പം എല്ലാവരും കാണണമെന്ന് വിചാരിക്കുന്നു. പിന്നെ പുതിയതായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് മറക്കാതെ. നേരെ സർവൈവൽ സ്റ്റാർട്ട്. പേന കത്തിക്കൊണ്ട് വിദ്യാലയം തൊക്കിയും കഞ്ചി വലി മറത്തെ വ്യാധി കണ്ട ഗൈസ്. എൻ്റെ പഴയ ക്യാരക്ടർ തിരിച്ച് കിട്ടി. എൻ്റെ പഴയ ക്യാരക്ടർ കിട്ടിയില്ലാന്ന് പറഞ്ഞ് നോക്കിയിരിക്കുകയാണ്. കിട്ടി. എൻ്റെ കയ്യിൽ കുറേ പോർഷൻസ് ഉണ്ട് കൈസ്. ഉയ്യോ അറിയാണ്ട് പൊട്ടിച്ച്, അല്ലടാ അറിയാണ്ട് പൊട്ടിച്ച് ആവശ്യം. എൻ്റെ കയ്യിൽ ഇപ്പോൾ വാട്ടർ ബ്രീത്തിങ്ങിൻ്റെയും പിന്നെ നൈറ്റ് വിഷൻ്റെ ഒക്കെ പോർഷൻ ഇരിപ്പുണ്ട്. ഞാൻ എന്ത് ചെയ്യണം, കുറേ ഗ്രൈൻഡ് ചെയ്തായിരുന്നു ഞാൻ. കുറേ എന്നൊക്കെ പറയുകയാണെങ്കിൽ എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ. ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം. പകുതി മുക്കാൽ പേർക്ക് പോർഷനൊക്കെ എവിടെ നിന്നാണ്, ഇതൊന്നും ഉണ്ടാക്കിയില്ലല്ലോ, പിന്നെ എവിടെ നിന്ന് അങ്ങനെയൊന്നും വിചാരിക്കണ്ട. ഞാൻ നെതറിൽ പോയിട്ടില്ല. പിന്നെ ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കി, ബ്ലേസൊക്കെ വേണ്ടേ, അതൊക്കെ വേണ്ടേ. സത്യത്തിൽ ഞാൻ നെതറിൽ പോവുകയായിരുന്നു. പക്ഷെ നെതർ പോട്ട് എനിക്ക് ഇപ്പോഴും എവിടെയാണെന്ന് അറിയില്ല. ഞാൻ ഏതോ ഒരു ലാവാ പൂൾ കണ്ടുപിടിക്കാൻ വേണ്ടി പോയിട്ട് ലാവാ പൂളൊക്കെ കിട്ടിയായിരുന്നു. എന്നിട്ട് ഞാൻ എന്താ പറയുക, ഒരു കുറച്ച് ദൂരമൊക്കെ പോയി ലാവാ പൂള് കിട്ടിയിട്ട് അവിടെ നിന്ന് തന്നെ ഒരു ഇതൊക്കെ ഉണ്ടാക്കി ഞാൻ സെറ്റായിട്ട് ഇരുന്നതാണ്. അപ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. ബ്രെഡ് ഞാൻ കാണിച്ചു തരാം കേട്ടോ എവിടെ നിന്നൊക്കെ. പിന്നെ എൻ്റെ മോഡൊക്കെ ഞാൻ ഒന്ന് അധികം കണ്ടോ. അപ്പം ഇത് രണ്ടിൻ്റെയും കുഞ്ഞ്. സത്യം എനിക്കൊരു മൈനിങ്ങിന് പോയപ്പോൾ ഒരു എന്താ പറയുക, കുറേ ദൂരം പോയിട്ടൊക്കെയാണ് ഞാൻ മൈൻ ചെയ്യുക. അപ്പോൾ അവിടെ നിന്ന് എനിക്കൊരു ഒരു ഇത് കിട്ടിയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് നെയിം ടാഗ് കിട്ടി. നെയിം ടാഗ് ഇടുന്നൊരു സ്ഥലമില്ലേ അവിടെ. അപ്പോൾ ഇവന് ഞാൻ പേരിട്ടു ലോക്കി. ആകെ ഒരെണ്ണം കിട്ടിയുള്ളായിരുന്നു. പിന്നെ റെയിലൊക്കെ കിട്ടിയതെന്ന് അവർക്കുണ്ടായ കൊച്ചാണ് നമ്മുടെ ഇതിന് പേരിട്ടു ലൂസിഫർ. കിണങ്ങച്ചി പേരല്ലേ. മറാത്ത വേണി അണ്ണൻ മിശ വെച്ചൊരട്ടപ്പുലി വടമുണേ. അയ്യോ സോറി, ഞാൻ അത് വെക്കാതെ. നീയും ഇന്നിട്ട് ഇവരുടെ കൂടെ വീട്ടിൽ നിന്നാണ്
ഇതെന്നെ എനിക്ക് പടാട്ടി എവിടെ ഇങ്ങോട്ട് പോകാൻ മാറിക്ക മാറ മാറ അടപ്പൂട്ടണമെന്നാണ് ഇപ്പം 4 എണ്ണ ഇടുന്നു സോറി 3 നീ ഇത് പഠിച്ചു തരുന്നുള്ളൂ ഗൈസ് വെയിറ്റ് കറോ നമുക്ക് സെറ്റിങ്സ് തുക്കിൻ കഞ്ചി ബല്ലി ശേലങ്കത്ത് ബില്ലത്തെ അപ്പം എന്താ പറയുക ഓക്കെ ഇതെടുത്തിട്ടെ ഇത് നമുക്ക് ഇവിടെ വെക്കാം എനിക്ക് ഞാൻ ഇതൊന്ന് ചേഞ്ച് ചെയ്യട്ടെ ഇത് നമുക്ക് ജമ്പ് ഇവിടെ കൊടുക്കാം ഓക്കെ അപ്പോൾ സെറ്റായില്ലേ നമുക്ക് ഇവിടെ കൊടുക്കാം അറ്റാക്ക് നമുക്ക് ഇവിടെ കൊടുക്കാം അപ്പം ഇതെല്ലാം സെറ്റായി സൈസൊന്നും വേണ്ട ഡൗൺലോഡ് ഇതാണെങ്കിൽ എനിക്ക് ചട വെക്കുക അങ്ങനെ എളുപ്പമാവൂലേ എനിക്ക് അങ്ങനെയാണ് അവിടെ അപ്പെടുന്ന ചെയ്യാനാണ് കൂടുതൽ ഈസി വരിക നിങ്ങളൊരു കാര്യം കാണിക്കാൻ പറഞ്ഞു അത് കാണിക്കട്ടെ മറാത്ത വ്യാധി ഇവിടെ നിന്നാണ് ഞാൻ 1-2 മണിക്കൂർ ചെയ്ത് വീറ്റ് ഫാർമാണ് പിന്നെ അപ്പുറത്തുണ്ട് കാണിച്ചു തരാം ഇവിടെ തന്നെ ദേ ഇവിടെ പൊട്ടാറ്റോ പിന്നെ ഞാൻ കുറേ ദിവസം നെറ്റില്ലാത്ത കാരണം കളിക്കാൻ പറ്റി എന്നാൽ ബോറടിച്ചിരിക്കുമ്പോൾ ഞാൻ മൊബൈലെടുത്ത് എപ്പോഴും മൈൻക്രാഫ്റ്റ് കളിക്കുന്നു ഇതുങ്ങൾക്കൊക്കെ എങ്ങനെയാണോ ഓർത്തറിഞ്ഞത് ഇതുങ്ങൾക്ക് കൂടുണ്ടാക്കിയെന്ന് ഞാൻ അത് പറയാൻ വിട്ട് ഈ കുഞ്ഞിനെ കൊന്നേക്കാം സോറി കൊല്ലാൻ മനസ്സായിരുന്നില്ല അമ്മേനെ കൊല്ലാം ഇതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല നീ ചാവണം എൻ്റെ ലോക്കിൻ്റെ മോളും മതി നീ ചത്തു എന്നവർ വിചാരിച്ചോളൂ അല്ല അയ്യോ നിൻ്റെ ഭാര്യ മരിച്ചു പൊട്ടേട്ട ആകാരില്ലേ മിശ വെച്ച ഒരങ്കക്കരി അത്രേ ഉള്ളൂ മരിച്ചു അയ്യോ മീശ വെച്ച ഒരങ്കക്കലി ഇടയാൻ സ്റ്റോറേജ് കാണിക്കാൻ പറഞ്ഞു ഞാൻ പിന്നെ ഇതും മാറ്റി ഇവിടെ ക്രീപ്പറൊന്നും കൊട്ടെന്ന് പറഞ്ഞേ ശരിക്കും അങ്ങോട്ടൊന്നും വർക്കിംഗ് അല്ല സത്യം നോക്കി മറിച്ചാൽ ഇതാണ് സ്റ്റോറേജ് അതെ ഇത് എനിക്ക് കുറേ ലൂട്ട് കഴിഞ്ഞവണൊക്കെ എനിക്ക് ഒരു ഗതിയില്ലാണ്ട് ഞാൻ ഇത്രയൊക്കെ ഉണ്ടാക്കി ഇത് നൈറ്റ് വിഷൻ പോഷനൊക്കെ എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ ഇരിക്കുകയാണ് ഞാൻ പോയിട്ട് പടച്ചോനെ അമ്മാതിരി ഗ്രൈൻഡിങ് ആണ് കണ്ട വാട്ടർ ബ്രീത്തിങ് പിന്നെ ഇതൊക്കെ എനിക്ക് കിട്ടിയായിരുന്നു ഇതാണ് ഞാൻ പറഞ്ഞത് റെയില് പിന്നെ ഒരു ആക്റ്റീവ് റെയിലും പിന്നെ ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയായിരുന്നു ഇതൊക്കെ എനിക്ക് കിട്ടി എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് പിന്നെ വാർഡൻസ് പോകണമെന്നൊരു സ്ഥലം കിട്ടി ഞാൻ പകുതി മുക്കാൽ സാധനം അടിയിലോട്ടാക്കുന്നു ഇതിൻ്റെ ആവശ്യം സോറി ഇത് ക്ലിയർ ആണ് പക്ക ക്ലിയർ ഇതിൻ്റെ ഈ ബാരിയറിൻ്റെ ആവശ്യം ഇത് നമുക്ക് ഇതിൽ നിന്നുള്ള എല്ലാം കഴിച്ചു സോറി നമുക്ക് ബാരിയറിൻ്റെ ആവശ്യമില്ല ബാരിയർ അല്ലല്ലോ അതിൻ്റെ എന്തായാലും ബാരൽ എന്തും ഉണ്ടെങ്കിലും ആവട്ടെ അല്ലേ ഇതിൻ്റെ പേരൊന്നും അറിയണ്ട സത്യം എനിക്ക് മൈൻക്രാഫ്റ്റ് കളിക്കാൻ അറിയില്ല എന്ന് പകുതി വെക്കാൻ
സത്യത്തിൽ ഞാൻ മൈൻക്രാഫ്റ്റ് മറന്നു, സത്യമായിട്ട് മറന്നു. എനിക്കറിയില്ല എന്ന് പറയുകയാണെങ്കിൽ അപ്പം നമുക്ക് ഇതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്താവും. ഗൈസ് മിൽക്ക് ബക്കറ്റ് നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെ അയണുണ്ട്. അപ്പം നമുക്ക് അപ്പോൾ ഗൈസ് നമ്മൾ ഇതൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് എല്ലാവരും കണ്ടാൽ മതി. പഠിക്കുക. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലവ് യു ഓൾ.